ഏവർക്കും സ്വാഗതം ഒരു നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവ് കുടുംബങ്ങളുടെ മധ്യസ്ഥനെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ 180 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതിയ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ നൂറ്റാണ്ടുകളുടെ സ്വാധീനം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ചെലുത്തി എന്നതിൻ്റെ വലിയൊരു അടയാളമായിട്ടാണ് അങ്ങനെ കരുതപ്പെടുന്നത്. ഇന്ന് വിശുദ്ധ ചാവറ പിതാവ് എഴുതിയ കുടുംബങ്ങളുടെ ഈ ഒരു ചട്ടം, കുടുംബച്ചട്ടം, ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ, അതിൻ്റെ 22ാമത് ഉപദേശമാണ് പ്രത്യേകമായും ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. വിശുദ്ധ ചാവറ പിതാവ് ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് വളരെ ഭംഗിയായി ഇന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്ന് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരെ മാത്രമല്ല എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും പറഞ്ഞ് പഠിപ്പിച്ചയാളാണ് വിശുദ്ധ ചാവറ പിതാവ്. വിശുദ്ധ കുർബാന മധ്യേ വചനപ്രഘോഷണം ആരംഭിക്കുന്നത് 1830 വിശുദ്ധ ചാവറ പിതാവാണ്. ഇടവക ധ്യാനം ആരംഭിക്കുന്നത് ചാവറ പിതാവാണ്. അദ്ദേഹം പറയുന്നു, കടമുള്ള ദിവസങ്ങളിൽ, ഞായറാഴ്ചകളിൽ മാത്രമല്ല, കടമുള്ള ദിവസങ്ങളിൽ കുർബാന കണ്ടതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ദിവസത്തിൻ്റെ വലിയ പങ്കും പ്രസംഗം കേൾക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക മുതലായ സത്കർമ്മങ്ങളിലും രോഗികളെ, പ്രത്യേകം സാധുക്കളായ ദീനക്കാരെ ചെന്ന് കണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ചെലവഴിക്കുക. എങ്ങനെ കടമുള്ള ദിവസം ഉചിതമായി ചെലവഴിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നു. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിന് നല്ല പുസ്തകങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. നല്ല പുസ്തകങ്ങൾ ചാവറ പിതാവ് എഴുതുന്നത് 1868 നല്ല പുസ്തകങ്ങൾ കുടുംബങ്ങൾക്ക് നൽകുന്നത് അദ്ദേഹം 1846 മാന്നാനത്ത് ആദ്യമായി കേരളത്തിലെ ക്രൈസ്തവ ധാരയിലുള്ള അച്ചടി ശാല സ്ഥാപിച്ചുകൊണ്ടാണ്. പ്രസ്, മരപ്രസ്, നമുക്കെല്ലാവർക്കും അതിൻ്റെ കഥകളൊക്കെ അറിയാം. ആ പ്രസ്സിൽ നിന്നും ആദ്യമായി പുറത്തു വരുന്ന ക്രൈസ്തവ ഭക്തി ശാഖയ്ക്ക് നൽകുന്ന ആദ്യത്തെ സമ്മാനം പ്രാർത്ഥനാ പുസ്തകം, അത് ജ്ഞാനപീയൂഷമാണ് എന്ന് നമുക്കറിയാം. പ്രാർത്ഥനകളായിരുന്നു, ത്രികാല ജപം തുടങ്ങിയുള്ള പ്രാർത്ഥനകളാണ് ജ്ഞാനപീയൂഷത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അതിന് ഉപോത്ബലകമായി ചാവറ പിതാവ് കൃത്യമായി അതിനു മുമ്പേ കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഒരു വിശ്വാസികളുടെ കൂട്ടായ്മ വളരാൻ അനുഷ്ഠാനങ്ങൾ ആവശ്യമാണ്. അത്തരത്തിൽ ഓരോ മതധാരയോട് ബന്ധപ്പെട്ടും അവരവരുടേതായ നിരവധി അനുഷ്ഠാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം അനുഷ്ഠാനങ്ങളുടെ ആഘോഷങ്ങൾ നമ്മളുടെ കേരള സമൂഹത്തിൽ വളരെ പ്രസക്തമാണ്, സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ച്, ഈ വിശ്വാസം സാമൂഹികമായി പരസ്യമായി പ്രകടിപ്പിക്കുവാൻ ഉള്ള ഏറ്റവും പരമപ്രധാനമായ ദിവസമാണ് ഞായറാഴ്ച കുർബാന ആചരണം. പഴയ നിയമ ശൈലിയിൽ രൂപപ്പെട്ടു വന്ന സാബത്താചരണം എന്ന വിശ്വാസികളുടെ ദൈവാരാധനാ കൂട്ടായ്മയുടെ പുതിയ നിയമ വ്യാഖ്യാനമായി ഈശോ കൗദാശികമായ അനുഭവത്തിലേക്ക് വിശ്വാസികളെ, ദൈവമക്കളെ ഒരുമിച്ച് ചേർക്കുന്ന വിശുദ്ധ കുർബാന എന്ന അനുഭവം എല്ലാവരും ഒരുമിച്ച് പങ്കിടുന്ന ഞായറാഴ്ച ആചരണമാണ് ചാവറയച്ചൻ ഇന്ന് ചർച്ചയ്ക്കായിട്ട് നമുക്ക് തരുന്നത്. ഈ ഞായറാഴ്ച ആചരണത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി ഇന്ന് ശാലോം TV-യുടെ ഈ പ്രേക്ഷകരുമായി വിശുദ്ധ വിചാരങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. വിവിധ വിഷയങ്ങൾ പ്രേക്ഷകരുമായി സംവദിച്ചിട്ടുള്ള വിശിഷ്ട അതിഥികൾ തന്നെയാണ്. ഇടുക്കി രൂപതയിൽ ഞായറാഴ്ച ആചരണത്തിന് വിദ്യാർത്ഥികളെ ഒരുക്കുന്ന മതബോധന പ്രക്രിയയുടെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ജിജി വടക്കേലച്ചനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട റിസോഴ്സ് ടീം അംഗങ്ങളുമാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ജോയ് സാറും റൂബിൾ സാറും പരിചയപ്പെടാൻ നമുക്ക് സ്വാഗതം ആശംസിക്കാം ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന വിശിഷ്ട അതിഥികൾക്ക്. ജിജി അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താം.
പരസ്പരം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ഫാദർ സെബാസ്റ്റ്യൻ ജിജി എന്ന് വിളിക്കുന്ന വടക്കേൽ നടുവീട്ട് പേര്. ഞാൻ ഇടുക്കി രൂപതയിലെ വിശ്വാസ പരിശീലന കേന്ദ്രം ക്രിസ്തുജ്യോതി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഡയറക്ടറായിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. സന്തോഷത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച ആചരണവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുക. വെരി ഗുഡ്. ജോയ് സാർ. ജോയ് മാത്യു പ്ലാത്തറ. 12ാമത്തെ വയസ്സിൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എന്ന് പറയാൻ അൾത്താരയിൽ കയറിയ അന്ന് മുതൽ ഇന്ന് 43 വയസ്സ് വരെ അൾത്താരയുടെ മുമ്പിൽ നിൽക്കാൻ, ഒരുപാട് അൾത്താരകളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം തന്ന വലിയ കൃപയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ ചാനലിൽ നിൽക്കുക. ഇടുക്കി രൂപതയിൽ 20 വർഷമായി ഞാൻ ഏതാണ്ട് എല്ലാ ഇടവകളിലും ഞായറാഴ്ചകൾ തോറും കയറി ഇറങ്ങുന്ന ഒരാളാണ്. പ്രസംഗങ്ങളായും ക്ലാസ്സുകളായും മതബോധനത്തിൻ്റെ കാറ്റഗറ്റിക്കൽ കമ്മിറ്റി അംഗമായിട്ടും പാസ്റ്ററൽ കൗൺസിൽ അംഗമായിട്ടുമൊക്കെ രൂപതയ്ക്ക് എന്നാൽ കഴിയുന്ന എളിയ ശുശ്രൂഷ ചെയ്യുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. വെരി ഗുഡ്. റോബിൾ സാർ. എൻ്റെ പേര് റോബിൾ മാത്യു പന്തലാനിക്കൽ. ഞാൻ ഇടുക്കി സ്വദേശിയാണ്. ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളം അങ്കമാലി രൂപതയിൽ കാഞ്ഞൂർ ഇടവക അംഗമാണ്. അവിടെ 12ാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നടത്തുന്നു. പ്രൊഫഷണലി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബൈ പ്രൊഫഷൻ ഞാൻ IT മേഖലയിൽ കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് IT കൺസൾട്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. വെരി ഗുഡ്. നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്നും കല്ലാനോട് ഇടവകയിൽ നിന്നുമുള്ള പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളാണ്. ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഞായറാഴ്ച ആചരണമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. വിശുദ്ധ ചാവറയച്ചൻ 150 വർഷം മുമ്പ് വിശ്വാസികൾ, കേരള സമൂഹത്തിലെ കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസികൾക്ക് ഞായറാഴ്ച ഏറ്റവും വിശുദ്ധ ദിനമായി ആചരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനോടൊപ്പം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആ ദിവസത്തിൻ്റെ വിശുദ്ധി ആ ദിവസം മുഴുവൻ നിലനിർത്താനും ആ ഒരാഴ്ചത്തേക്കുള്ള ഒരു അനുഗ്രഹമായി അതിനെ അനുഭവിക്കുവാനുമുള്ള വഴികൾ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. 2-3 കാര്യങ്ങൾ അദ്ദേഹം ഇന്നത്തെ ഈ ഒരു ഉപദേശ സംഹിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലൊന്ന് വിശുദ്ധ കുർബാന തന്നെയാണ്. ഞായറാഴ്ച തോറും വിശുദ്ധ കുർബാന, ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ വിശ്വാസികൾ മുടക്കം വരുത്തരുത് എന്ന് വളരെ കർശനമായി അദ്ദേഹം നിഷ്കർഷിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സമയത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ വിശുദ്ധ വചനങ്ങളുടെ വിചിന്തനങ്ങൾ ശ്രവിക്കുക എന്നുള്ളതാണ്. വചനപ്രസംഗങ്ങൾ ശ്രവിക്കുക, അതിനുള്ള സാഹചര്യം ഞായറാഴ്ച ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം നിഷ്കർഷിച്ച ഒരു കാര്യം. രണ്ടാമത് ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ റോബിയച്ചൻ സൂചിപ്പിച്ചതുപോലെ ആത്മീയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കണം. ചാവറയച്ചൻ ആത്മീയ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അത് വായിക്കണം എന്ന് പറഞ്ഞത്. അച്ചടി ശുശ്രൂഷ മുദ്രാലയ പ്രേക്ഷിതത്വം എന്ന പേരിൽ ആരംഭിക്കുന്നത് ചാവറയച്ചനാണ്. കേരള കത്തോലിക്ക സഭയിൽ നമുക്കറിയാം. ജ്ഞാനപീയൂഷം എന്ന ഗ്രന്ഥം അച്ചടിച്ച് അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന മുഴുവൻ ക്രൈസ്തവ ഭവനങ്ങളിലും അദ്ദേഹം അതിൻ്റെ കോപ്പി എത്തിച്ച് കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷവും വൈകിട്ട് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷവും അതിലെ പ്രാർത്ഥനകൾ ചൊല്ലണം എന്ന് നിഷ്കർഷിച്ച് അങ്ങനെ ഒരു ആത്മീയതയുടെ ഒരു തുടർച്ച, ഒരു ചിട്ട ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചു. അപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക 1, 2 വചന വിചിന്തനങ്ങൾ ശ്രവിക്കുക, 3 ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക, 4 രോഗികളെ സന്ദർശിക്കുക. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ട് ഈ വിഷയങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം വിശുദ്ധ കുർബാനയുടെ ഒരു തുടർച്ചയായിട്ടാണ് ചാവറപ്പിതാവ് അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഈ രോഗി സന്ദർശനം ഉൾപ്പെടെ നമ്മുടെ രോഗികൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ രോഗികളുള്ളത് നമുക്കറിയാം. ഇടവകയിലെ മറ്റ് സ്ഥലങ്ങളിൽ, അതും ക്രൈസ്തവ ഭവനങ്ങളിൽ മാത്രമല്ല, രോഗത്തിന് ജാതിയോ മതമോ ഇല്ല, വേദനയ്ക്ക് ജാതിയോ മതമോ ഇല്ല, കണ്ണുനീരിന് ജാതിയോ മതമോ ഇല്ല, ഏകാന്തതയ്ക്ക് ജാതി മതങ്ങളില്ല. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ അടുത്തേക്ക്, വേദനിച്ച് കഴിയുന്നവരുടെ അടുത്തേക്ക്, രോഗികളുടെ അടുത്തേക്ക് ഒരു ദൈവവിശ്വാസി കടന്നു ചെല്ലണം. അതവൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ
തുടർച്ചയാണ് എന്ന് അനുഭവിക്കാനുള്ള ഒരു ശിക്ഷണം ചാവറയച്ചൻ തരികയാണ്. നമുക്ക് വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവരാം. സെബാസ്റ്റ്യൻ അച്ഛൻ തന്നെ ആ വിഷയത്തിൽ ഒരു തുടക്കം തരാം. വിശ്വാസം വരുന്ന തലമുറയിലേക്ക് കൊടുക്കുക എന്നുള്ളത് സൺഡേ സ്കൂളിൻ്റെ മാത്രം ഒരു ദൗത്യമല്ല, സഭയുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ചാൾസ് ബൊറോമേയാണ് മതാധ്യാപകരുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് നമ്മൾ സ്വീകരിക്കുകയും മാധ്യസ്ഥ്യം തേടുകയും ചെയ്യുന്ന ഒരു വിശുദ്ധൻ. എനിക്ക് തോന്നുന്നു നമുക്കൊരു തദ്ദേശീയനായ ഒരു മതാധ്യാപകരുടെ മധ്യസ്ഥനുണ്ടെങ്കിൽ അത് ചാവർ പിതാവാണ്. കാരണം കുടുംബങ്ങളുടെ മധ്യസ്ഥൻ മാത്രമല്ല, വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ആരംഭിച്ച് ചുടല വരെ തുടരേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ മധ്യസ്ഥനായി നമുക്ക് ചാവർ പിതാവിനെ അംഗീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസ പരിശീലനത്തിന് നമ്മുടെ ഒരു സ്വർഗീയ മധ്യസ്ഥനാണ് ചാവർ പിതാവ്. സെബാസ്റ്റ്യൻ അച്ഛൻ പറഞ്ഞത് വളരെ വാസ്തവമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചതുമാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രൈസ്തവ വിശ്വാസ പരിശീലന കേന്ദ്രം എവിടെ ആര് സ്ഥാപിച്ചു എന്നത് ക്വിസ് കോമ്പറ്റീഷനിൽ മാത്രം നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കാം. പക്ഷേ ഉത്തരവും ഞാൻ തന്നെ പറഞ്ഞേക്കാം. മാന്നാനത്ത് 1853 വിശുദ്ധ ചാവറ പിതാവ് തന്നെയാണ് ആദ്യത്തെ കേരളത്തിലെ കാറ്റക്കുമിനേറ്റ് എന്ന് പറയും ക്രൈസ്തവ കാറ്റഗിസം സെൻറ്റർ, ക്രൈസ്തവ പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നത്. നമ്മുടെ ചാവർ പിതാവിൻ്റെ ചാവരുൾ നമ്മൾ ചർച്ചയ്ക്ക് വിഷയമാക്കുമ്പോൾ എല്ലാ മേഖലകളെക്കുറിച്ചുള്ള തൊടാത്ത മേഖലകളില്ല. അത്തരത്തിലൂടെ കടന്നു പോകുമ്പോൾ പറയാതിരിക്കാൻ തരമില്ലാത്ത ദിവസമാണ് സൺഡേ, ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത്. ഞാൻ 8 വർഷമായിട്ട് വിശ്വാസ പരിശീലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പല സൺഡേ സ്കൂളുകളിലൂടെയും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമൂഹത്തിലുണ്ടാവുകയും അത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനത്തിലൂടെ നടത്തിക്കൊണ്ടു പോകുന്ന മാതാപിതാക്കന്മാരുടെ സമ്മേളനത്തിലും അധ്യാപകരുടെ സമ്മേളനത്തിലും അച്ഛന്മാർ കൂടുമ്പോഴും പൊതുവായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സഭയോടായിരിക്കാം എല്ലാവരോടുമായിട്ട് ചോദിക്കുന്ന ചോദ്യം, 12 വർഷം വിശ്വാസ പരിശീലനം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഉത്തരം ഞാനല്ല അത് പറയേണ്ടത്. ആരാണോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരെല്ലാവരും കൂടിയാണ് ഉത്തരം പറയേണ്ടത്. പക്ഷേ ദിശാസൂചകങ്ങൾ ഈ പറയുന്ന പരിഹാരങ്ങളുടെ ദിശാസൂചകങ്ങൾ ഈ ചാവരുടിലുണ്ട്. നമുക്കറിയാം വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ജീവിത പരിശീലനമാണ്. അതിനെ താത്വികമായി നമ്മൾ വിലയിരുത്തിയാൽ ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ശിരസിലും ഹൃദയത്തിലും കരങ്ങളിലൂടെ പ്രവൃത്തിയിലൂടെ ആക്ഷൻ, പ്രായോഗികൻ, ഈ 3 മേഖലകളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വായിച്ച ചാവരുടിനകത്ത് അതെല്ലാം 3 ഉണ്ട്. ഈ ഞായറാഴ്ച ആചരണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ കാര്യവും ജ്ഞാനവായന എന്ന് പറയുന്ന തലച്ചോറിൻ്റെ കാര്യവും അല്ലെങ്കിൽ ബുദ്ധിയുടെ കാര്യവും രോഗീ സന്ദർശനം, പരസ്നേഹ പ്രവൃത്തികൾ എന്ന് പറയുന്ന പരിശീലനത്തിൻ്റെ കാര്യവും ഒരുപോലെ അതിനകത്തുണ്ട്. അതിൻ്റെ ഉത്തരം എന്തു പറ്റുന്നു എന്ന ചോദ്യത്തിൻ്റെ ഞാൻ പറയാനുള്ള ഉത്തരം, ഈ ഉത്തരത്തിനോട് ചേർത്ത് പറയാനുള്ള കാരണം, സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഒരു മണിക്കൂർ സമയം ക്ലാസ്സിൽ ചെലവഴിക്കുന്ന അക്കാഡമിക് ടൈം എന്ന് പറയുന്നത് പുസ്തകം തലച്ചോറ് കൊണ്ട് ബുദ്ധി കൊണ്ട് പഠിക്കാനുള്ള സമയമാണ്. അതിന് ഒരിക്കലും നമ്മൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. അത് പഠിക്കാനുള്ള സമയമാണ്. പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കണം. അത് പഠിപ്പിക്കുന്നതോടൊപ്പം ഈ 1 മണിക്കൂറിനുള്ളിൽ നിന്നും ആ 1 മണിക്കൂർ വേണം ബാക്കിയുള്ള സമയത്തിന് മുഴുവൻ ഉത്തരം പറയാൻ എന്നുള്ള നമ്മൾ വിചാരണയ്ക്ക് വിധേയപ്പെടുമ്പോഴാണ് ഉത്തരം പറയേണ്ടവരുടെ കരങ്ങൾ നീളണം എന്ന് ഞാൻ പറയാനുള്ള കാരണം 24 മണിക്കൂറിൽ 1 മണിക്കൂർ സമയം സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു, ബാക്കി 23 മണിക്കൂറുകൾ കുട്ടികൾ എവിടെ ചെലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ സമാധാനം നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ഞായറാഴ്ച ആചരണം എങ്ങനെയാകുന്നു എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ചാവരുൾ തരുന്ന വെളിച്ചം നമ്മുടെ മുമ്പിൽ ഒരു ദീപസ്തംഭമായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ജോയ് സാറിന് അഭിപ്രായമുണ്ട്. അതായത് ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത് അന്ന് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് കേന്ദ്രമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ പുതുതലമുറ അതിനെ ലൈറ്റായിട്ട് കാണുന്നുണ്ടോ, ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്നുണ്ടോ? വിശ്വാസ പരിശീലനത്തെ ഒരു ആവശ്യമായിട്ട് നമ്മുടെ മക്കളുടെ വിശ്വാസ ജീവിതത്തിന് വളർച്ചയ്ക്ക്, പക്വതയേറിയ ജീവിതത്തിലേക്കുള്ള വളർച്ചയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ് എന്ന രീതിയിൽ കരുതുന്നുണ്ടോ യഥാർത്ഥത്തിൽ? എനിക്കിതിനകത്ത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾക്ക് ഇത്തിരി വൈകാരികമായി പോകാം. മറ്റൊന്നുമല്ല,
എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തെ പറ്റി പറഞ്ഞിട്ടാണ് കുർബാനയെ പറ്റി പറയാൻ പറ്റും. വളരെ കരയാൻ അവസരങ്ങളുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റേത്. എല്ലാം ഒന്നും ഒരു ചാനലിൽ എനിക്ക് വിളിച്ച് പറയാൻ പറ്റില്ല. സങ്കടപ്പെടാനും കരയാനും ജീവിതം തന്നെ ഒടുക്കിക്കളയാനും ഒക്കെ തോന്നിച്ച ഒരുപാട് കാലഘട്ടങ്ങളെ അതിജീവിച്ച ജീവിതമാണ് എൻ്റെ. ഇടുക്കിയിൽ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നത്. അതിനെ ഞാൻ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഒരുപാട് പേർക്ക് പാഠപുസ്തകമാണ്. ചെറുപ്പക്കാർക്ക് അതിജീവനത്തിൻ്റെ ഒരു പാഠപുസ്തകമാണ്. അതിനകത്ത് എൻ്റേതായിട്ട് ഒന്നുമില്ല. അതിജീവിച്ചു എന്നത് എൻ്റെ മിടുക്കല്ല. ഞാൻ അതിജീവിച്ചതിൻ്റെ ഒരേ ഒരു കാരണം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് കരഞ്ഞു വിളിച്ച് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലോ ആരെന്ന നിലയിലോ ഇത് പറയുന്നതിനകത്ത് എനിക്ക് അപമാനവും നാണക്കേടും ഒന്നുമില്ല. എനിക്ക് എന്തുണ്ടോ, ഇന്നെന്തുണ്ടോ, എനിക്ക് എന്തുണ്ടായിട്ടുണ്ടോ, ഞാനിപ്പോഴെന്താണോ അതെനിക്ക് ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഊർജമാണ്. അതേ ഉള്ളൂ ജീവിതത്തിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വികാരപരമായിട്ട് എനിക്കതിനെ പറയാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു വിശുദ്ധ കുർബാനയ്ക്കും ഞാൻ താമസിച്ച് ചെന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിലെ രണ്ടാമത്തെ കാര്യം. താമസിച്ച് എത്തുമെന്നുണ്ടെങ്കിൽ ആ കുർബാന വിട്ടിട്ട് അടുത്ത കുർബാനയ്ക്ക് ഞാൻ പോകും. ഇതൊരു വലിയ കാര്യമാണ്. ഇനി ഇതിവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിലേക്ക് അല്ലെ വിഷയത്തിലേക്ക് വരാം. LICയുടെ ഒരു പരസ്യ വാചകം, ഒരു പരസ്യ ബോർഡ് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കാണാം. ഏതാണ്ടൊരു 1.5-2 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മുഖം കടുപ്പിച്ച് വീർപ്പിച്ച് കോപിച്ചിരിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ട് 18ാമത്തെ വയസ്സിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കോപം കാണാൻ ഇത്രയും ഭംഗിയുണ്ടാവില്ല എന്നാണ് പരസ്യവാചകം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? 18ാമത്തെ വയസ്സാകുമ്പോഴേക്കും അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇപ്പോഴേ LIC നിക്ഷേപിക്കുക. ഇതാണ് പരസ്യത്തിൻ്റെ ധ്വനി. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ആധുനിക കുടുംബങ്ങൾ പഴയകാലം ദാരിദ്ര്യത്തിൻ്റെതും അരിഷ്ടതയുടേതുമായിരുന്നത് കൊണ്ട് ഈ ഭാവി എന്നുള്ളതൊരു വലിയ ആശങ്കയാണ്. അവർക്ക് വേണ്ടി പറമ്പുണ്ടാക്കണം, അവർക്ക് വേണ്ടി വീടുണ്ടാക്കണം, അവർക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണം, അവരെ വിവാഹം ചെയ്യിക്കണം, ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കണം, ജോലി മേടിച്ചു കൊടുക്കണം, വിദേശത്ത് അയക്കണം. ഇങ്ങനെ ഒരു പ്രീ പ്ലാനിങ് മൈൻഡ് പ്രത്യേകിച്ച് കേരളത്തിലെ നസ്രാണികളുടെ ഇടയിൽ അത് വളരെ കൂടുതലാണ്. ഈ പ്രീ പ്ലാനിങ് എല്ലാം ഉള്ളിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോയ ഒരിടം എനിക്ക് തോന്നുന്നത് ഇവൻ്റെ 25ാമത്തെ വയസ്സിൽ 30ാമത്തെ വയസ്സിൽ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടാതെ വന്നാൽ, അവന് ജനിച്ച കുഞ്ഞിനൊരു രോഗം വന്നാൽ, അവൻ്റെ വിവാഹ ജീവിതത്തിനകത്തൊരു താളപ്പിഴ ഉണ്ടായാൽ എങ്ങനെ അതിജീവിക്കണം എന്ന് മാത്രമുള്ള പാഠം കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാത്തിലും നമ്മൾ പ്ലാൻഡാണ്. ആ പാഠശാലയാണ് യഥാർത്ഥത്തിൽ ഈ ഞായറാഴ്ച കുർബാനയും വിശ്വാസ പരിശീലനവും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കഴിഞ്ഞ 20 വർഷമായി പള്ളികൾ തോറും കയറി ഇറങ്ങി നടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. ആണ്ടുവട്ടത്തിലെ 52 ഞായറാഴ്ചയിൽ 40 ഞായറാഴ്ച വേദപാഠമുണ്ട്. അതിനകത്ത് കുട്ടികളുടെ ഹാജരെടുക്കലും മറ്റ് ഈ അനുബന്ധ പരിപാടികളെല്ലാം കഴിഞ്ഞൊരു 40 മിനിറ്റ് ഒരു ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്ന സിലബസ് ഒന്നുമല്ല ഒരു കുട്ടിയുടെ ജീവിതത്തിലെ വിശ്വാസ പരിശീലനം. അത് സഭ നിഷ്കർഷിച്ചിരിക്കുന്ന പാഠങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സമയം മാത്രമേ. അത് മതാധ്യാപകരെ മാത്രം ഏൽപ്പിച്ച് കൈ കഴുകി മാറി നിൽക്കുന്ന മാതാപിതാക്കൾക്ക് ഇതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല. അത് ഒരു വലിയ ചോദ്യമായി. അതുകൊണ്ടാണ് ഇടുക്കി രൂപതയിൽ സെബാസ്റ്റ്യൻ അച്ഛൻ വളരെ നിഷ്കർഷയോടുകൂടി ഈ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി വർഷത്തിൽ 2 തവണയെങ്കിലും അവർക്ക് ക്ലാസ് കൊടുക്കണം. അതിപ്പോഴൊരു കീഴ്വഴക്കമായി മാറിയിട്ടുണ്ട് ഇടുക്കി രൂപതയിൽ. മാതാപിതാക്കൾ വിശ്വാസ പരിശീലനം അവർക്കും കൊടുക്കണം. അവരിലൂടെ കുഞ്ഞുങ്ങൾക്കും കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുന്നത് അതാണ്. ഈ വീടാണ് പ്രാഥമിക വിശ്വാസ പരിശീലന പാഠശാല എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നു. അപ്പോൾ പ്രൈമറിലി ഞായറാഴ്ച എഴുന്നേൽക്കാൻ താല്പര്യമുള്ള, അതിനെ ഒരു വിനോദ ദിവസമായി കാണാത്ത, അതിനെ ഒരു വിശ്രമ ദിവസമായി കാണാത്ത ഒരു അപ്പനും അമ്മയുമാണ് ഒരു കുഞ്ഞിൻ്റെ ഭാഗ്യം എന്ന് ഞാൻ പറയും. ഇതാണ് എനിക്ക് ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. ഒരു പക്ഷേ ഈ ചാവരുളുമായി ബന്ധപ്പെട്ട് ഇടുക്കി രൂപതയിലെ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ ഒരു ഉപപാഠ പുസ്തകം എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ വിശദീകരിക്കുവാനും പഠിക്കുവാനും ഒക്കെയായി ജിജി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു പുസ്തകം തന്നെ തയ്യാറാക്കിയിരിക്കുന്നു എന്നത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. മറ്റൊട്ടനവധി രൂപതകൾ ഇപ്പോൾ ഇതേ മോഡലിൽ ചാവരുൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിനെ അധികരിച്ച് ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമായിട്ടുള്ള
ഒരു ഇടപെടൽ ഈ പുസ്തകത്തിൽ നിന്നും നിങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിനകത്ത് ചാവറയച്ചൻ പറഞ്ഞ ചില കാര്യങ്ങളെ അക്കമിട്ട് നിർത്തിയിട്ട് അതിന് താഴെ ചിന്തിക്കാനുള്ള ചില കാര്യങ്ങളും ചെയ്യാനുള്ള ചില കാര്യങ്ങളും അക്കമിട്ട് എഴുതുകയാണ് ചെയ്തത്. അതിൽ വെറുതെ നമ്മുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ കാര്യങ്ങൾ വിചിന്തന ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ്. ആരും ചോദ്യം ചെയ്യാത്ത കാര്യമാണ് വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തിയോ എന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോയാൽ കടം തീർന്നു എന്ന് ആശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെ. വിരുന്നുകാർ വന്നതും നല്ല ഒരു സിനിമ TV-യിൽ വന്നതും കുട്ടികൾക്ക് അടുത്ത ദിവസം പരീക്ഷയുള്ളതുമൊക്കെ സന്ധ്യാപ്രാർത്ഥന മാറ്റിവെക്കാനുള്ള ന്യായീകരണങ്ങളായി മാറുന്നു. ഭാവി ജീവിതത്തിൽ മക്കൾക്കുണ്ടാകേണ്ട ശുഭാപ്തി വിശ്വാസവും ദൈവാശ്രയബോധവും തകർത്തു കളയുന്ന നടപടികളാണിവ. ഒരു പ്രതിസന്ധി വന്നാൽ ആത്മഹത്യയെക്കുറിച്ചും നാടുവിടലിനെക്കുറിച്ചും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ചിന്തിക്കുന്ന തലമുറ എങ്ങനെ ഉണ്ടായി? അവന് ചെറുപ്പത്തിൽ ലഭിക്കേണ്ട ആത്മീയ പരിശീലനം കിട്ടാത്തതുകൊണ്ട് ഉണ്ടായി. സമ്പത്തുണ്ടാക്കി കൊടുത്താൽ അത് ചെലവഴിച്ച് തീരും. ആത്മീയ നന്മകൾ മക്കളുടെ ജീവിതത്തിന് മാത്രമല്ല അവരോട് ഇടപെടുന്നവരുടെ ജീവിതത്തിനും കൂടി ഗുണകരമായി മാറും. മറ്റൊന്ന്, എല്ലാ പുതിയ വീട്ടിലും പ്രാർത്ഥനാമുറി പ്രത്യേകം പണിയുന്നതും പ്രദർശനപരമായ രൂപക്കൂടുകൾ പണിയുന്നതും ഫാഷനായിരിക്കുന്നു. പുതിയ വീട് പണിതാൽ നമ്മൾ അതിനകത്തൊരു രൂപക്കൂടും ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാ മുറികളിൽ എന്നും പ്രാർത്ഥന മുഴങ്ങി കേൾക്കുന്നതിന് നാം താല്പര്യമെടുക്കാറുണ്ടോ? ഒരു കാര്യം കൂടി, ചിട്ടി, കറണ്ട് ചാർജ്, കേബിൾ, പത്രവരിസംഖ്യ, LIC, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് സമയം തെറ്റാതെ ഓർത്തു വെച്ച് കൃത്യതയോടെ പാലിക്കാൻ കഴിയുന്ന നമുക്ക് എന്തുകൊണ്ട് കുമ്പസാരം, കുർബാന സ്വീകരണം, സന്ധ്യാപ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ ക്രമം തെറ്റിപ്പോകുന്നു, സമയം വൈകിപ്പോകുന്നു? ഉറക്ക ചിന്തിക്കേണ്ട 3 മേഖലകളാണ്. ഇതിൻ്റെ പ്രായോഗിക രൂപങ്ങളാണ് ഇവിടെ വിശ്വാസ ജീവിത അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരുടെ വാക്കുകൾ കൂടി ഒന്ന് ശ്രവിക്കാം. ഞായറാഴ്ച ആചരണത്തെ പറ്റി, ഞായറാഴ്ച കുർബാന, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാര്യങ്ങൾ, ഞായറാഴ്ച ആചരണത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയാണ്? അമ്മ എന്തു പറയുന്നത്? എങ്ങനെയാണ് ഞായറാഴ്ച എങ്ങനെയാണ് ആ ഓർമ്മകളൊന്ന് അയവിറക്കാൻ പറ്റുക? ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ്, മക്കളോട് അതെങ്ങനെയാണ് പറയാൻ പറ്റിയിരിക്കുന്നത്? എൻ്റെ ജീവിതാനുഭവത്തിൽ ചെറുപ്പകാലങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു. ഇട ദിവസങ്ങളിൽ പോകാൻ പറ്റുവാണ്, ഇട ദിവസങ്ങളിലും പോകുമായിരുന്നു. പിന്നെ വേദപാഠം പഠിക്കാനും ഒക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി ഒരു താളപ്പിഴകളൊക്കെ വന്നു. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ പള്ളിയിൽ പോകാനും ഒക്കെ പറ്റാത്ത അവസരങ്ങളുണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ മടിയും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പള്ളിയിൽ പോകാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും. എന്നാലും പിന്നെ ഇപ്പോൾ ഒരു 10-25 കൊല്ലമായിട്ട് ദൈവം സഹായിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകാതെ ഇരിക്കുകയില്ല. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഇട ദിവസങ്ങളിലും പള്ളിയിൽ പോകും. അതിൻ്റെ ഒരു ഇത് എനിക്കൊരു പറയാനുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ പിള്ളേരെ, എനിക്ക് 3 പെൺപിള്ളേരാണ്. അവരൊക്കെ ഇച്ചിരി അറിവായി കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ എല്ലാ അവധിക്കാലങ്ങളിലും പള്ളിയിൽ പോകും. ഞായറാഴ്ച പള്ളിയിൽ പോകും, അല്ല ഞായറാഴ്ച അല്ല, ഇട ദിവസങ്ങളിലും പള്ളിയിൽ പോകും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഒരു 2 നില വീടൊക്കെ ഉണ്ട്. ഒരു വീടിൻ്റെ മുറ്റത്തൂടെ, റോഡരിയിലുള്ളൊരു വീടിൻ്റെ അടുത്തൂടെ ഞാനിങ്ങനെ പള്ളിയിൽ പോകും. ഞാൻ ചിന്തിച്ചു, ഞാനൊക്കെ ഈ എല്ലാ ദിവസവും ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഇവരാണെങ്കിൽ ഞായറാഴ്ച പോലും പള്ളിയിൽ പോയി കാണുന്നില്ല. എന്നിട്ടും ഇവരൊക്കെ എത്ര സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഞാൻ അന്ന് പള്ളിയിൽ പോയത്. ഞാൻ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് രാത്രി സന്ധ്യ ആകാറായപ്പോൾ വീടിൻ്റെ വർക്ക് ഏരിയയിൽ ആണ് ഈ ഉരൽ കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പം അവിടെയോട്ട് ഞാൻ എന്തോ ഇടിക്കാനായിട്ട് അങ്ങ് ചെന്നപ്പോൾ ഉണ്ട്, ഞാൻ ആ ഉരലിനകത്തോട്ട് കൈയിടാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്തോ എനിക്ക് തോന്നി, ഈ ലേശം ഇരുട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് പിള്ളേരോട് പറഞ്ഞു, വെളിച്ചം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അന്ന് കറണ്ടൊന്നും ഇല്ല വീട്ടിൽ. അപ്പോൾ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞ് നോക്കുമ്പം അതിനകത്തൊരു വലിയ കരിന്തേൾ ചുരുണ്ട് കൂടിയിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആരോ ചോദിക്കുക, എന്നും പള്ളിയിൽ പോകുന്നതിന് മഹത്വം മനസ്സിലായോ എന്ന് ആരോ എന്നോട് ചോദിച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് സ്കൂൾ തുറന്ന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം
പിന്നെ എൻ്റെ കൂട്ടത്തിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ കാലിൻ്റെ പാദം മുഴുവനും പിന്നെ കറുത്ത് തൊലിയെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ടീച്ചറെ ഇത് എന്നാ പറ്റിയത് ഈ കാലയിലെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ടീച്ചറെ എന്നെ ഒരു വലിയ കരിന്തേൾ കുത്തിയതാന്ന് പറഞ്ഞു. അപ്പോഴേ ദൈവത്തിൻ്റെ അമ്മ എന്താ പറയുക, അന്നേരം അതൊരു ഭയങ്കര അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ പിന്നെ ഞായറാഴ്ച മാത്രമല്ല ഇട ദിവസങ്ങളിൽ പോലും കുർബാനയ്ക്ക് പോയാൽ ദൈവം നമ്മളെ ഒത്തിരി കാത്തു പരിപാലിക്കുന്നുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് എന്നുള്ളതിനൊരു ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും സാധാരണ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഇപ്പോൾ ടീച്ചർ പങ്കുവെച്ചത്. ഞായറാഴ്ച വേദപാഠം പഠിക്കാൻ പോലും കുട്ടികളെ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട്, MBBSന് വേണ്ടിയിട്ട് എൻട്രൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞായറാഴ്ചത്തെ വേദപാഠം ശനിയാഴ്ചത്തേക്കാക്കി. വികാരി അച്ഛൻ ദശാംശ പിരിവിന് വരുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് പൈസ നേർച്ചയിടിയിക്കുന്ന ഒരു രീതി, ഇത് ചെറുതാണെന്ന് നമുക്ക് തോന്നിയാൽ പോലും വലിയ കാര്യങ്ങളിലേക്ക് വരുന്നു. ഇന്ന് മൊബൈലും മറ്റ് കമ്പ്യൂട്ടറും എല്ലാം വീടുകളിലും തന്നെ ഉള്ള ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് പുസ്തക വായന എന്തുമാത്രം പ്രാപ്യമാണ്. ഇന്ന് മൊബൈലിൽ തന്നെ ബൈബിൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബൈബിളാണോ വായിക്കുന്നത്, മറ്റെന്തെങ്കിലുമാണോ മൊബൈലിൽ നോക്കുന്നത് എന്ന് നമുക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സുണ്ടെങ്കിൽ ശുശ്രൂഷയിൽ ഏറെ ശുശ്രൂഷകൾ നമ്മുടെ ഇടവകയിലുണ്ട്. ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കാൻ പറ്റും. അവിടെ പോയിട്ട് അതിന് സമയവും കണ്ടെത്താം.